പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതിയാണ്. ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ആഴ്ചയിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് നമ്മുടെ നാട്. ഒരു കന്യാസ്ത്രീ, അഭയ എന്ന കന്യാസ്ത്രീ കൊല്ലപ്പെട്ടത് 28 വർഷങ്ങൾക്ക് ശേഷം അതിലെ കുറ്റവാളികൾ എന്ന് കോടതി കണ്ടെത്തിയവർക്ക് ശിക്ഷ വിധിച്ച ഒരു സന്ദർഭമാണ്. അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുത്തും കൊലയും നടക്കുന്നത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധി സഭകളൊക്കെ അധികാരമേറ്റെടുത്തിരിക്കുന്ന ദിനങ്ങളിലാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ആഴ്ചയാണിത്. വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി അതിൻ്റെ ഓരോ കാര്യങ്ങളും മറ്റൊരു വേദഗ്രന്ഥം അഥവാ ക്രിസ്ത്യാനികളുടെ ബൈബിൾ വിശദീകരിച്ചു പറയുന്നതിനേക്കാൾ വ്യക്തമായി ആ കാര്യം ഖുർആൻ സൂറത്ത് മറിയമിലും സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ നബി എന്ന് മുസ്ലിങ്ങൾ പറയുന്ന യേശുക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാം ജനിച്ചത് ഒരു ഡിസംബർ 25-ാം തീയതിയാണ് എന്നതിൻ്റെ പേരിലാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് അഥവാ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ജന്മദിനങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഏതു ജന്മദിനമാണെങ്കിലും, അല്ലെങ്കിൽ മരണത്തിൻ്റെ ദിനങ്ങൾ, ജന്മദിനങ്ങൾ, മരണദിനങ്ങൾ എന്നൊന്നും അവയൊന്നും ഒരു ആഘോഷമാക്കി മാറ്റേണ്ടതായി പരിശുദ്ധ ഇസ്ലാം കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ത്യപ്രവാചകനും ഏറ്റവും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാനോ അതിനൊരു പ്രത്യേകത കൽപ്പിക്കാനോ ഇസ്ലാമിലെ പ്രമാണങ്ങളൊന്നും നമ്മോട് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിരുന്ന സഹാബിമാരാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സഹാബിമാർക്ക് ശേഷം സഹാബിമാരിൽ നിന്ന് മതം പഠിപ്പിച്ച താബികൾ, ഇമാമുകൾ അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമോ അങ്ങനെയൊന്നും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ വല്ല പ്രാധാന്യവും ആരുടെയെങ്കിലും ജന്മത്തിന് നൽകേണ്ടതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു. അങ്ങനെ ഒന്ന് മതം പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനം അതൊരു അത്ഭുത ജനനമായിരുന്നു. ഈസാ അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭം അതും ഒരു അത്ഭുതത്തിലൂടെ തന്നെ നടന്നതാണ്. എന്നാലും
പരിശുദ്ധ ഇസ്ലാം ആ ദിവസങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. അങ്ങനെ ഒന്നും ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നുമില്ല. ക്രിസ്ത്യാനികളും സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലൊന്നും ഒരു ജന്മദിനാഘോഷമില്ല. ക്രിസ്തുമസ് എന്നത് പിൽക്കാലത്ത് നബിദിനം പോലെ പിൽക്കാലത്ത് കടന്നു വന്ന ഒന്നാണ്. 4-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കുക എന്ന ഒരു രീതി ക്രിസ്ത്യാനികൾക്കിടയിൽ കടന്നു വരുന്നത്. മുസ്ലിങ്ങൾക്കിടയിലും 4-ാം നൂറ്റാണ്ടിലും പിന്നെ അത് ആഘോഷമായി, വലിയ ആഘോഷമായി നബിദിനം വന്നത് അത് 6-ാം നൂറ്റാണ്ടിലുമാണ്. ഏതായാലും 4-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നബിദിനം ആഘോഷിക്കുന്ന രീതിയും മുസ്ലിങ്ങൾക്കിടയിൽ കടന്നു വന്നത്. ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനികൾക്കിടയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ അനുചരന്മാരായിരുന്ന അപ്പോസ്തലന്മാരോ അവരിൽ നിന്ന് മതം പഠിച്ച അവരുടെ ശിഷ്യന്മാരോ ഒന്നും ഇങ്ങനെ ഡിസംബർ 25-ന് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അഥവാ ക്രിസ്തുമസ് അവരാരും ആഘോഷിച്ചിട്ടില്ല. പിന്നെ അത് ക്രൈസ്തവ സഭ അംഗീകരിച്ചു വരുന്നത് അത് AD 325-ലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ റോമിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സഭകളുടെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിച്ച ഒരു ജന്മദിനമാണ് യഥാർത്ഥത്തിൽ ഡിസംബർ 25 എന്നത്. ആ ഡിസംബർ 25 എന്ന് തിരഞ്ഞെടുത്തത് അത് യേശുക്രിസ്തു ജനിച്ച ദിവസം എന്ന നിലക്കല്ല. പണ്ട് മുതലേ റോമൻ സാമ്രാജ്യത്തിൽ ആഘോഷിച്ചു വരുന്ന ഒരു ദിനമാണ് ഡിസംബർ 25. അവർ ആ ദിനം ആഘോഷിച്ചിരുന്നത് സൂര്യദേവൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ വിശ്വാസപ്രകാരം. കാരണം നേരത്തെ ക്രിസ്ത്യാനികളാകുന്നതിൻ്റെ മുമ്പ് അവരൊക്കെ സൂര്യാരാധകരായിരുന്നു. അങ്ങനെ സൂര്യദേവൻ്റെ ജന്മദിനം എന്ന നിലക്ക് മിത്രാസ് ദേവൻ എന്നാണ് അവർ പറയാം. മിത്രാസ് ദേവൻ്റെ ജന്മദിനം പണ്ട് മുതലേ അവർ ആഘോഷിച്ചിരുന്നത് ഡിസംബർ 25-നാണ്. ആ ഡിസംബർ 25-ന് തന്നെ ഇനി മുതൽ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് AD 325-ലെ നിഖിയ കൗൺസിൽ മുഖേന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് അങ്ങനെയാണത് ഉണ്ടായി വരുന്നത്. അങ്ങനെ മാത്രമല്ല ഈസാ അലൈഹിസ്സലാം ഈ ക്രിസ്ത്യാനികളുടെ ഒഴിവ് ദിനം എന്നത് ശബ്ബാത്ത് ദിനമാണ്. ശബ്ബാത്ത് ദിനം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അതായിരുന്നു ക്രിസ്ത്യാനികളുടെ ഒഴിവ് ദിനം. പണ്ട് മുതലേ ക്രിസ്ത്യാനികൾ ശബത്ത് ദിനമാണ്, അതായത് ജൂതന്മാർ മുതൽ അവരും ശാബത്ത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും ശബ്ബാത്ത് അതായത് യോമുസബത്ത് ശനിയാഴ്ചയാണ് അവർ വിശുദ്ധ ദിനമായി അംഗീകരിച്ചിരുന്നത്. അത് അവർ സൂര്യൻ്റെ ദിനമായ സൺഡേയിലേക്ക് മാറ്റി. സൂര്യഭഗവാൻ ജനിച്ച എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഡിസംബർ 25-ന് ക്രിസ്തുമസ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൂര്യൻ്റെ ദിനം എന്ന് അവർ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ധരിച്ചിരുന്ന സൺഡേ അഥവാ ഞായറാഴ്ച ദിവസത്തെ അവർ ഒഴിവ് ദിനമായി പുണ്യദിനമായി കൊണ്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ അതൊരു പുണ്യദിനം എന്ന നിലക്ക് തന്നെ അതിന് ഹോളിഡേ എന്ന പേരും അതിന് നൽകി. അങ്ങനെ ഒഴിവ് ദിനം എന്നുള്ളതിന് നമ്മളൊക്കെ തന്നെ പ്രയോഗിക്കുന്നൊരു പ്രയോഗവും ഹോളിഡേ എന്നായി. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒഴിവ് ദിനം എന്ന അർത്ഥമായി മാറി. വാസ്തവത്തിൽ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുണ്യപ്പെട്ട ദിനം എന്നാണ്, ഹോളിയായ ദിവസം എന്നാണ്. പക്ഷെ അത് ഒഴിവ് ദിനത്തിൻ്റേതായി മാറി. അങ്ങനെ ലോകം മുഴുവൻ ഈ ഒഴിവ് ദിനമായി ക്രിസ്ത്യാൻ ഞായറാഴ്ച മറ്റൊക്കെ വരുന്നത് അത് ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ക്രൈസ്തവ ജനതയ്ക്ക് ലോകത്ത് ആധിപത്യം വന്ന സന്ദർഭങ്ങളിൽ ലോകം മുഴുവൻ ആ ഒരു രീതിയിലേക്ക് അവർ നീങ്ങുകയും ഒഴിവ് ദിനത്തെ ഞായറാഴ്ചയായി മാറുകയും നമ്മളുടെ ഇടയിലൊക്കെ അതങ്ങനെയായി മാറുകയും ചെയ്തു. അതൊന്നൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. ഒരു സമൂഹം
അങ്ങനെയായി മാറി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലൊക്കെ ഒഴിവു ദിനമായിക്കൊണ്ട് ഞായറാഴ്ചയാകുന്നു, നമ്മളതിന് ലീവ് സർക്കാർ അനുവദിക്കുന്ന ലീവ് അനുസരിച്ച് ആ സംഗതികൾ പോകുന്നു. ഇപ്പോഴും അങ്ങനെ ഒഴിവു ദിനം ഞായറാഴ്ചയാകാത്ത ചില പ്രദേശങ്ങളുണ്ട്. ശനിയാഴ്ച ഒഴിവു ദിനമായി കണക്കാക്കുന്ന ഇസ്രായേൽ പോലത്തെ പ്രദേശമുണ്ട്. വെള്ളിയാഴ്ച ഒഴിവു ദിനമായി കണക്കാക്കുന്ന സൗദി അറേബ്യ പോലെ പ്രദേശങ്ങളുണ്ട്. അതല്ലാത്ത പല പ്രദേശങ്ങളൊക്കെ ലോകത്ത് മൊത്തത്തിൽ ഞായറാഴ്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സൂര്യാരാധനയിൽ നിന്ന് സൂര്യാരാധകർ ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തു മതം എന്നത്. എന്നാൽ അതിൻ്റെ താത്വികമായ വശം, അതിൻ്റെ വിശ്വാസപരമായ വശം, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമർഹിക്കുന്ന വിഷയം. ബാക്കിയുള്ളതൊക്കെ ഓരോ മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസവും താല്പര്യവും അനുസരിച്ച് ദിവസവും ആഘോഷവും നടക്കുന്നു, ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നു, അതൊക്കെ അതിൻ്റേതായ രീതിയിൽ പോകുന്നു. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാൽ അതിനോടുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിലെ ആ വിശ്വാസപരമായ വശമാണ്. യേശു ക്രിസ്തു എന്ന് ജനിക്കുന്നത് ഈസാ അലൈഹിസ്സലാം എന്നൊരു പ്രവാചകൻ ജനിച്ചതായിട്ടല്ല ക്രിസ്ത്യാനികൾ കാണുന്നത്. അവരതിനെ കാണുന്നത് വളരെ പിൽക്കാലത്ത് അവരിൽ കടന്നു വന്ന ഒരു വിശ്വാസമാണെങ്കിലും ഇപ്പോഴും പിന്നെയൊക്കെ ക്രിസ്തു സഭകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസം മുൻനിർത്തി അവർ പോകുന്ന ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ചു, ദൈവത്തിനൊരു പുത്രൻ ജനിച്ചതായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. അത് ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നൊരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ സിദ്ധാന്തപ്രകാരം ലം യലിദ് വലം യൂലദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അതാണ് അതിൻ്റെ അടിസ്ഥാന വിശ്വാസം. അള്ളാഹു ഏകനാണ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരാലും ജനിക്കപ്പെട്ടവനാൽ, ഒരുത്തൻ്റെയും പിതാവുമല്ല ഒരുത്തൻ്റെയും പുത്രനുമല്ല. ദൈവം അഥവാ പ്രപഞ്ചനാഥൻ, അള്ളാഹു, സൃഷ്ടാവ്, കർത്താവ് എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്ന, യഹോവ എന്ന് ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന, അവർ ഒരിക്കലും ഒരു പിതാവ് അല്ല, അല്ലെങ്കിൽ ഒരു പുത്രനല്ല, ഒന്നുമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല സൂറത്ത് മറിയമിൽ നമുക്ക് കാണാൻ കഴിയും, ഞാനിവിടെ ഓതിയത് ആ ഭാഗമാണ്, വഖാലുത്തഖദർ റഹ്മാനു വലദൻ. അവരിതാ പറയുന്നു, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ ചെയ്ത ഏറ്റവും വലിയ അപരാധം, ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചയിൽ ഏറ്റവും വലിയ അപരാധമായി പറയുന്നത് വഖാലുത്തഖദർ റഹ്മാനു വലദ, പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ വാദിക്കുന്നത്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അതിഗുരുതരമായ ഒരു വാദമാണ് ഈ വാദത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന ഒരു വാദമാണിത്. വതൻഷഖുൽ അർളു, ഭൂമിയാകെ വിണ്ടുകീറിപ്പോകും, അത്രയും ഗൗരവമേറിയൊരു വാദം. വതഖിറുൽ ജിബാലു, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഭാഗം. അങ്ങനെയാണ് ദൈവത്തിന് പുത്രനുണ്ട് എന്ന വാദഗതിയെ വിശുദ്ധ ഇസ്ലാം നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആകാശം പൊട്ടിപ്പിളർന്നു, ഈ ഒരു വാദം ആകാശം പിളർക്കുമാർ ഗുരുതരമായ വാദമാണ്, ഭൂമിയെ തകർക്കുമാറുള്ള ഗുരുതരമായ വാദമാണ്. അതിൻ്റെ യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള വശമാണ്. അല്ലാതെ ഇങ്ങനെ ഒരാളാണ് പറയുമ്പോൾ ആകാശാണ് പൊട്ടിപ്പൊളഞ്ഞ് ഭൂമിയാകെ വിണ്ടുകീറിപ്പോയെന്നല്ല, യാഥാർത്ഥ്യവുമായി അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത്രയും ഗൗരവമേറിയ, അത്രയും പറയാൻ പാടില്ലാത്ത, അള്ളാഹുവിലേക്ക് ചാർത്താൻ പാടില്ലാത്ത വലിയ ഒരു അപരാധമാണ് ആ പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അന്ത ഔലിർ റഹ്മാനി വലദൻ, പരമകാരുണികന് സന്താനമുണ്ട് എന്ന ഈ വാദം, വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദൻ, പരമകാരുണികനായ അള്ളാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതാണ് ക്രിസ്തുമസ് എന്ന ദിനത്തിൻ്റെ അതിൻ്റെ വിശ്വാസപരമായ തലം. അതാണ് അതിൻ്റെ ആഘോഷപരമായ വശത്തെ പറ്റിയല്ല. ആ ദിനത്തിന് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ ഇസ്ലാമിക സമൂഹം നോക്കിക്കാണുന്ന
അതിൻ്റെ തലം ആ രീതിയിലുള്ളൊരു തലമാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദിനം, അതാണ് ക്രിസ്ത്യാനികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാനുള്ള മനുഷ്യാവകാശമുണ്ട്, നമ്മുടെ രാജ്യത്ത് അതിനുള്ള അവകാശമുണ്ട്. അത് അതിലുള്ള ഈ ആഘോഷവും ഈ തീരുമാനം ശരിയോ തെറ്റോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് മരണാനന്തര ജീവിതം പരലോകത്ത് വെച്ചാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ അവർ നോക്കിക്കാണുന്ന രീതി ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തരത്തിലുള്ള ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനാഘോഷങ്ങളും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് രണ്ട് തരമുണ്ട്. ഒന്ന്, അതൊരു ബിദ്അത്തായി മാറുന്ന തലമുണ്ട്. മറ്റൊന്നൊരു അനാചാരമായി മാറുന്ന രീതിയാണ്. ബിദ്അത്തായി മാറുന്നത്, ഈ ജന്മദിനം കൊണ്ടാടുന്നത് മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഗുണം ചെയ്യുന്ന ഒരാൾ വിശ്വസിച്ചുകൊണ്ടാണ് ആരുടെയെങ്കിലും ജന്മദിനം കൊണ്ടാടുന്നതെങ്കിൽ അതൊരു ബിദ്അത്താണ്. അത് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്തൊരു കാര്യമാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് കൊണ്ടാടുന്നത് മരിച്ചെന്നാൽ എനിക്ക് ഉപകാരം കിട്ടും, പരലോകത്ത് അതിന് ഗുണമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഏതെങ്കിലും ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അതിനെപ്പറ്റിയാണ് അത് മതത്തിൽ ഇല്ലാത്ത ഒന്ന് കൂട്ടിച്ചേർത്ത് ചേർക്കുന്നത് പോലെയാണ് ബിദ്അത്താണ് എന്ന് പറയുന്നത്. എന്നാൽ ജന്മദിനം അങ്ങനെ അല്ലാതെ ആളുകൾ നടത്താറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പല രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ നാടും തന്നെ പല ദിവസങ്ങൾ, പല ആളുടെയും ജന്മദിനം അവർ ജനിച്ച ദിനത്തെ പല സേവന പ്രവർത്തനങ്ങൾക്കും അവർ വിനിയോഗിക്കുന്നു, അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും ഒരു ബിദ്അത്തായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊന്നും ബിദ്അത്തല്ല. എന്നാൽ ചില ആളുകൾ അതുപോലെ തന്നെ അവനവൻ്റെ സ്വന്തം ബർത്ത്ഡേ ആചരിക്കാറുണ്ട്. ബർത്ത്ഡേ, ജന്മദിനം ആഘോഷിക്കുക, അല്ലെങ്കിൽ മരണദിനം ആഘോഷിക്കുക. വാപ്പ മരിച്ചത് ആണ്ട് എന്നാണ് നമ്മളതിന് പറയാം. ആണ്ട് എന്നുള്ള ഇതിൽ വർഷത്തിൽ വാപ്പ മരിച്ച ദിവസം വീട്ടിലെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി എന്നിട്ട് അവിടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തി, അങ്ങനത്തെ അവിടെ പ്രത്യേക സദ്യ ഉണ്ടാക്കി ആരെങ്കിലും മതപണ്ഡിതന്മാരെ മുസ്ലിംമാരെയൊക്കെ വിളിച്ച് വരുത്തി പ്രാർത്ഥിക്കുന്ന രീതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബിദ്അത്താണ്. അത് മതത്തിൻ്റെ ഒരു ഭാഗമായി അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അതല്ലാതെ സാധാരണ നിലക്ക് ജന്മദിനത്തിൻ്റെ അന്ന്, ബർത്ത്ഡേൻ്റെ അന്ന് ഒരു അതൊരു പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ മതപരമായൊരു വശമൊന്നും അല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അത് ബിദ്അത്തായി മാറൂല. പക്ഷെ അതും നമ്മളിടയിൽ ഇല്ലാത്തൊരു രീതിയാണ്. മറ്റുള്ള ഒരു ബിദ്അത്തിൻ്റെ സ്ഥാനമൊന്നും അത് കിട്ടുന്നില്ലെങ്കിലും അങ്ങനത്തെ ഒരു രീതി ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ കൾച്ചറിലും സംസ്കാരത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നിൻ്റെയും ജന്മദിനമല്ല, ഒന്നിൻ്റെയും മരണദിനമില്ല. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കണ്ടി. ഏതെങ്കിലും ഒരു വസ്തുവിന് ഏതെങ്കിലും ഒന്നിൻ്റെ ജന്മദിനം ഇസ്ലാമിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവനവൻ്റെ ജന്മദിനം അതൊരു പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യല്ലെങ്കിലും ഒരു ഫാഷന് വേണ്ടി ചെയ്യുകയാണെങ്കിലും അതൊക്കെ അത്തരം ബർത്ത്ഡേ പാർട്ടികൾ ചെറിയ കുട്ടികളെ തന്നെ നമ്മളിങ്ങനെ പഠിപ്പിക്കും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അവിടുന്ന് അന്ന് ആ ഡ്രസ്സിട്ടോ ഈ ഡ്രസ്സിട്ടോ അതിൽ ഇന്ന മിഠായി കുട്ടിയൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ദിവസമാക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞതിനോടൊരു വേറെ ഒരു ചിന്ത വരും. അപ്പോൾ അതൊക്കെ ഗുണദോഷങ്ങൾ വിലയിരുത്തി നമ്മൾ വേണോ വേണ്ടേ തീരുമാനിക്കേണ്ട വിഷയമാണ്. നേരെ മറിച്ച് നേരത്തെ നബിദിനം പോലത്തെ സംഗതികളും പോലത്തെ ആണെങ്കിലോ അത് മതത്തിലുള്ളൊരു ദുരാചാരമായി മാറുന്നു. ആ ഒരു വ്യത്യാസം അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പല രീതിയിലും യഥാർത്ഥത്തിൽ ഈ ബർത്ത്ഡേ ധാരാളമായി എല്ലാറ്റിൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന രീതി അത് ക്രൈസ്തവ സമൂഹത്തിൽ പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. എല്ലാറ്റിൻ്റെയും ഇതുപോലത്തെ ഓരോന്നിൻ്റെയും ഈവൻ തൻ്റെ നായ ജനിച്ച ദിവസമാണെങ്കിൽ പോലും അത് പ്രത്യേകമായി അതിന് പ്രത്യേകമായി കേക്ക് ഉണ്ടാക്കി അത് മുറിച്ച് അത് ആളുകൾക്ക് വിതരണം ചെയ്യും. അതൊരു കൾച്ചറാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവരുടെ ഇടയിലൊക്കെ ഉള്ള കൾച്ചറാണ്. അതുപോലെ അവരുടെ ഇടയിൽ വിവാഹം കഴിഞ്ഞാൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ വിവാഹത്തിൻ്റെ കൂടെ അവർ എന്ത് ചെയ്യും, ഒരു കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞ ഒരു കൾച്ചറുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കും അതിങ്ങനെ കടന്നിങ്ങനെ വരുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമൂഹു.
അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ പറയണത് ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായത്തിലേക്ക് നമ്മളിങ്ങനെ നീങ്ങിപ്പോകുമെന്നാണോ നിങ്ങൾ പറയണത് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, പിന്നെ അത് തന്നെയാണ് പറയണത് എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ പാശ്ചാത്യരെന്നോ ഫാഷനെന്നോ അല്ലെങ്കിൽ മറ്റൊക്കെ പേരിലൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം, ഇത്തരം കൾച്ചറിലേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണം ഉണ്ടായാൽ അതിന് കേക്കില്ലാതെ പറ്റൂല. നല്ല പിന്നെ വിവാഹ പ്രസംഗമൊക്കെ ഉഷാറായി നടത്തി അതിൽ ആമീൻ പറിച്ച് ഉഷാറായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും കൂട്ടി മെറിഞ്ഞ് അവിടെ ഒരു കേക്ക് മുറിയും ആ കേക്ക് തൊള്ളയിൽ ഇട്ട് കൊടുക്കലും അത് തിരിച്ചു കൊടുക്കലും എന്തെല്ലാം സംഗതികളാണ് നമ്മളുടെ വിവാഹ അനുബന്ധമായിക്കൊണ്ട് ഇങ്ങനെ ഓരോ സൊസൈറ്റിയിൽ കാണുന്നത് മുഴുവൻ അനുകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഗുണമോ ദോഷമോ ചെയ്യുക നമുക്ക് കൂടുതൽ എന്നാലോചിക്കണം. അതൊക്കെ ഹലാൽ ഹറാം, ഇത് ഹറാമാക്കിയിട്ടുണ്ടോ, ഇത് ഹലാലാക്കിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരി അതൊക്കെ നമ്മൾ അന്യ സംസ്കാരങ്ങളെ നമ്മളിങ്ങനെ പുൽകുകയാണ്. അനാവശ്യമായി ചെലവുകൾ ഉണ്ടാക്കി തീർക്കുന്ന കുട്ടികളുടെ മനസ്സിൽ പലതരം വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാറ്റിലും നമ്മളങ്ങനെ അതിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.